എൻ്റെ ഒരു ചെമ്മീനും പയറും കൂടി ഒരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഉലർത്തുന്ന എന്ത് വേണമെങ്കിലും പറയാം. അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് ചെമ്മീനും പയറും കൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയെ, ഒത്തിരി എരിവ് വേണ്ട. കുഞ്ഞുള്ളതുകൊണ്ട് ഒത്തിരി എരിവിടുന്നില്ല. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേഗം വയ്ക്കാം. ഇത്ര മതി വെള്ളം. ഇതുപോലെ നമുക്ക് പയറിന് പകരം കൂർക്ക വേണമെങ്കിൽ വിടാം കേട്ടോ. നല്ലതാ കൂർക്ക ഇട്ട് വെക്കുന്നത്. എൻ്റെ കയ്യിൽ കൂർക്ക ഇരിപ്പുണ്ട്, പക്ഷെ എനിക്ക് ഉരുക്കാനുള്ള മടിക്ക് ഞാൻ പയറെടുത്തതാ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ പയറും ചെമ്മീനും ഒക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഞാൻ വേറൊരു പാത്രം വെച്ചത് ഒരു 1.25 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി സവാളയും കൂടെ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. ചെറിയ ഉള്ളി ഒഴുക്കാൻ മടിയായതുകൊണ്ട് സവാളയും കൂടി ഇട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് ഒരു പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആകണ്ട, നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇത്തിരി ഇട്ടിട്ടുള്ളേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം, ഞാൻ ഇട്ടുന്നില്ല, വേണമെങ്കിൽ ഇടാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം, എരിവിനനുസരിച്ച്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ചെമ്മീനും പയറും കൂടി ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കാതെ, ചെമ്മീനും പയറും. കൂർക്ക ഇട്ടാലും നല്ല സ്വാദായിരിക്കും കേട്ടോ. കൂർക്ക ഇട്ടും നമുക്കിങ്ങനെ വെക്കാം. ഇത് മാത്രം മതി ചോറിനാൻ കേട്ടോ. വേണമെങ്കിൽ ഒരു മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിവിടെ കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് എരിവ് കുറച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇഞ്ചിയൊക്കെ ഞാൻ കുറവിട്ടത്. ഇതെല്ലാം ഒന്ന് പിടിക്കട്ടെ ഇതേടെ. അതുവരെ നമുക്ക് സിമ്മിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചെമ്മീനും പയറും മെഴുക്കുവരട്ടി ശരിയായിട്ടുണ്ട്. നിങ്ങളിത് വെച്ച് നോക്കണേ. വെച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കാണാം.